Hi all, welcome to One's Coaching. Today we are going to discuss the subject data structures and algorithms. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസിലെ മൊഡ്യൂൾ 1-ലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആണ്. ഒരുപാട് ഫാക്ട്സ്, നമ്പേഴ്സ്, വേരിയബിൾസ്, ക്യാരക്ടേഴ്സിന്റെ ഒക്കെ കളക്ഷൻ ആണ്. അപ്പം ഈ ഡേറ്റയെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് എങ്ങനെയാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഡേറ്റ സ്ട്രക്ചറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പലതരത്തിലുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡേറ്റാസിനെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു സീക്വൻഷ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഡറിലോ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോ ഒരു വാർഡ്രോബിൽ ഒരു ഡ്രസ്സ് അടുക്കി വെക്കുന്നു. അപ്പൊ ആ ഡ്രസ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വെൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആക്സസ് ചെയ്യാൻ ഈസിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും നമ്മൾ ഓരോ ഡേറ്റാസും വെൽ അറേഞ്ച്ഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഈസിലി അത് ആക്സസ് ചെയ്യാനും ഡേറ്റ റിട്രീവ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യാൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ സ്ട്രക്ചർ. ഡേറ്റ സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ, അടുത്തത് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. എന്താണ് ലീനിയർ ഡേറ്റ സ്ട്രക്ചറും നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ? അതായത് ലീനിയർ എന്ന് വെച്ചാൽ എന്താ, വൺ ആഫ്റ്റർ ദ അതർ, ഒരു ഹൊറിസോണ്ടലി അങ്ങനെ വൺ ആഫ്റ്റർ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്നുള്ള ലീനിയർ രീതിയിലേക്ക് പോകുന്നതാണ് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പല പല സ്ഥലത്തുനിന്ന് ആക്സസ് ഉള്ളതാണ് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ഇനി ലീനിയർ ഡേറ്റ സ്ട്രക്ചറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ, ഒന്ന് ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. സോ നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റന്റ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റന്റ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ, വേരിയബിൾ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ, വേരിയബിൾ. സോ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ വേരിയബിൾ. അതെന്താന്ന് നമുക്ക് പഠിക്കാനുണ്ട്, അപ്പൊ നോക്കാം. ഇനി നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രീ ലൈക്ക് സ്ട്രക്ചർ, ഒന്ന് ഗ്രാഫ് ലൈക്ക് സ്ട്രക്ചർ. ഒന്ന് ട്രീ രീതിയിൽ ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ, രണ്ടാമത്തെ എന്താണ് ഗ്രാഫ് രീതിയിലുള്ള ഹൈറാർക്കിയൽ സ്ട്രക്ചർ. അങ്ങനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നോക്കിക്കേ, സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്? ഒന്ന് അറേ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ എന്തായിട്ട് അറേ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചറോ ക്യൂ, സ്റ്റാക്ക്, ലിങ്ക് ലിസ്റ്റ്. അപ്പം ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ക്യൂ ഉണ്ട്, സ്റ്റാക്ക്, ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ സ്ട്രക്ചറിൽ ഡേറ്റ സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൽ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. സ്റ്റാറ്റിക് മീൻസ് കോൺസ്റ്റന്റ് ആണ്, ഡൈനാമിക് എന്ന് വെച്ചാൽ വേരിയബിൾ ആണ്. ഇനി അടുത്തത് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറിനെയോ നമുക്ക് ട്രീ ആയിട്ടും ഗ്രാഫ് ആയിട്ടും. ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ഹൈറാർക്കിയൽ രീതിയിൽ, ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഗ്രാഫ് ആയിട്ടും ഡിവൈഡ് ചെയ്യാം. ഇനി അടുത്തത് സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചറിന് ഒരു സബ് ഗ്രൂപ്പ് ആണ് അറേ. ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചറിന് ഫർദർ ഡിവൈഡഡ് ഇൻടു 3. ഏതൊക്കെയാണ്? ക്യൂ, സ്റ്റാക്ക്, ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, ഇനി ഇതെന്താണെന്ന് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ എന്താണ്, ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ അതെന്തായാലും യൂണിവേഴ്സിറ്റി എക്സാമിന് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് മനസ്സിലാക്കിയിരിക്കാം. ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ സ്ട്രക്ചർ ഇൻ വിച്ച് ഡേറ്റ എലമെന്റ്സ് ആർ അറേഞ്ച് സീക്വൻഷ്യലി ഓർ ലീനിയർലി. അപ്പൊ ഡേറ്റ സ്ട്രക്ചറിനകത്ത് ഡേറ്റ എലമെന്റ്സ് സീക്വൻഷ്യലി അല്ലെങ്കിൽ ലീനിയർലി, സീക്വൻസ് ആയിട്ട് വൺ ആഫ്റ്റർ ദ അതർ, ലീനിയർ ആയിട്ട് അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. So linear data structures are which data arranged sequentially or linearly where each element is attached to previous and next adjacent element. അപ്പോൾ ഓരോ എലമെന്റും അതിന്റെ, ഇപ്പം എ എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടെങ്കിൽ അത് അടുത്ത എലമെന്റ് ഇത് അഡ്ജസെന്റ്, അത് അടുത്തത് സി, അങ്ങനെ അഡ്ജസെന്റ് ആയിട്ട് അടുത്തടുത്ത് തന്നെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, വൺ ആഫ്റ്റർ ഒന്നിന് പുറകെ അടുത്തതായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അറേ ഉണ്ട്, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ്. ഇതെല്ലാം ലീനിയർ ഡേറ്റ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ എക്സാമ്പിൾസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ്? അറേ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ്.
ഇനി അടുത്തത് സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ. സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സഡ് എന്ന് പറഞ്ഞു. സ്റ്റാറ്റിക് എന്നുള്ള മീനിങ് തന്നെ ഫിക്സഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്നാണ്. സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ ഹാസ് എ ഫിക്സഡ് മെമ്മറി സൈസ്. അതിന്റെ മെമ്മറി സൈസ് എന്താണ്? ഫിക്സഡ് ആണ്. ഇറ്റ് ഈസ് ഈസിയർ ടു ആക്സസ് ദ എലമെന്റ്സ് ഇൻ എ സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ. അപ്പം എലമെന്റ്സ് വളരെ ഈസിയർ ആയിട്ട് സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചറിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് എക്സാമ്പിൾ അറേ ആണ് അതിന്റെ എക്സാമ്പിൾ. ഇനി അടുത്തത് മൂന്നാമത്തെ എന്താണ്? ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. അപ്പൊ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മെമ്മറി സൈസ് ഫിക്സഡ് ആണ്. അതിന്റെ എക്സാമ്പിൾ എന്താണ്? അറേ ആണ്. ഇനി ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാലോ, ദ സൈസ് ഈസ് നോട്ട് ഫിക്സഡ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. മെമ്മറി സൈസ് നോട്ട് ഫിക്സഡ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഡൈനാമിക് മീൻസ് വേരിയബിൾ എന്നാണ് ഡൈനാമിക്കിന്റെ മീനിങ്. അപ്പം അതിന്റെ സൈസ് എന്തായിരിക്കും? നോട്ട് ഫിക്സഡ് ആണ്. It can randomly updated during the runtime, which may considered efficient considering the memory space complexity of the code. അതായത് ആ കോഡിന്റെ കോംപ്ലക്സിറ്റിക്കും മെമ്മറി സൈസിനും ഒക്കെ ആവശ്യം അനുസരിച്ച് ഇതിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും എന്ത് ചെയ്യാനും ഇത് ഷ്രിങ്ക് ചെയ്യാനും സാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഒരു വാർഡ്രോബ് ഉണ്ട്. ആ വാർഡ്രോബില് ഒരു 5 കമ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ആ 5 കമ്പാർട്ട്മെന്റ്സും അത് ഫിക്സഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ആ വാർഡ്രോബ് തന്നെ ഒരു എക്സ്റ്റൻഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ആ വാർഡ്രോബ് നമുക്ക് ഷ്രിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷ്രിങ്ക് ചെയ്യാം. കോമ്പാക്റ്റബിൾ പോർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളിടത്ത് കൊണ്ടുപോകാം. അങ്ങനെ ഒരു വാർഡ്രോബ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്? ഡൈനാമിക് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ഒരു വാർഡ്രോബ് അത് എപ്പോഴും ഫിക്സഡ് ആണ്. അപ്പൊ അത് സ്റ്റാറ്റിക്കാ. നമുക്ക് ഇപ്പൊ ചിലപ്പോൾ അതിനകത്ത് ഒരു കമ്പാർട്ട്മെന്റ് ആവശ്യമുള്ളെങ്കിൽ നമ്മൾ ആ ഒരു കമ്പാർട്ട്മെന്റ് യൂസ് ചെയ്യും. ബാക്കിയെല്ലാം വേക്കന്റ് ആയിട്ട് കിടക്കും. ഇപ്പൊ നമുക്ക് 5 കമ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ 5 കമ്പാർട്ട്മെന്റ് യൂസ് ചെയ്യാം. ഇനി അതാണ് സ്റ്റാറ്റിക്. നമുക്ക് ആവശ്യം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അത് അത്രയും കമ്പാർട്ട്മെന്റ്സ് അവിടെ ഉണ്ട്. ഇനി ഡൈനാമിക് എന്ന് പറഞ്ഞാലോ, ഇപ്പൊ ഒരു വാർഡ്രോബ് നമുക്ക് ഷ്രിങ്ക് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുമെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു കമ്പാർട്ട്മെന്റ് വേണമെങ്കിൽ അത് ഷ്രിങ്ക് ചെയ്ത് ഒറ്റ കമ്പാർട്ട്മെന്റിൽ നമുക്ക് സാധനങ്ങൾ വെക്കാം. ഇനി അത് നമുക്കൊരു 5 അല്ലെങ്കിൽ 10 കമ്പാർട്ട്മെന്റ് വേണമെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ 10 കമ്പാർട്ട്മെന്റ്സ് ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം? 10 കമ്പാർട്ട്മെന്റ്സ് ആക്കി മാറ്റാം. അപ്പൊ ഡൈനാമിക് ആണ്. നമ്മുടെ ആവശ്യം അനുസരണം അതിന്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. കോഡിന്റെ കോംപ്ലക്സിറ്റിക്കും മെമ്മറി സൈസിനും അനുസരിച്ച് വലുതാണെങ്കിൽ നമുക്ക് അതിനെ വലുതാക്കാം, ചെറുതാണെങ്കിൽ ചെറുതാക്കാം. ഇനി അടുത്തത് അതിന്റെ എക്സാമ്പിൾ എന്താണ്? ക്യൂ സ്റ്റാക്കും ആണ് അതിന്റെ എക്സാമ്പിൾ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ക്യൂ എന്താണ്, സ്റ്റാക്ക് എന്താന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും. അടുത്തത് ഫോർത്ത് വൺ, നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ഡേറ്റ സ്ട്രക്ചർ വേർ ഡേറ്റ എലമെന്റ്സ് ആർ നോട്ട് പ്ലേസ്ഡ് സീക്വൻഷ്യലി. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നു, ലീനിയറിനകത്ത് പറഞ്ഞായിരുന്നു സീക്വൻഷ്യലി ആണ് വൺ ആഫ്റ്റർ ദ അതർ. ഇവിടെ അങ്ങനെയല്ല, നോട്ട് പ്ലേസ്ഡ് സീക്വൻഷ്യലി ലീനിയർലിയോ അല്ല. പിന്നെ എങ്ങനെയാണ്? അതാണ് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ഇൻ എ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ വി കാൻ ട്രാവേഴ്സ് ഓൾ എലിമെന്റ്സ് ഇൻ എ സിംഗിൾ റൺ ഓൺലി. നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഈ എലിമെന്റ്സിനെ എല്ലാം കൂടെ പോയി ട്രാവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ഒരു വൺ ആഫ്റ്റർ ദ അതറിലേ പറ്റുള്ളൂ. അതിന്റെ എക്സാമ്പിൾ ആണ് ട്രീസ് ആൻഡ് ഗ്രാഫ്സ്. അപ്പൊ ട്രീയും ഗ്രാഫും പഠിക്കുമ്പോൾ എങ്ങനെയാണ് ട്രാവേഴ്സ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ട്രീസ് ആൻഡ് ഗ്രാഫ് ആണ് അതിന്റെ എക്സാമ്പിൾ. അപ്പൊ ഏതൊക്കെയാണ്? ലീനിയർ ഡേറ്റ സ്ട്രക്ചർ, സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ, ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ, നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ഇനി നോക്കിക്കേ, ടൈപ്സ് ഓഫ് ഡേറ്റ സ്ട്രക്ചറിനകത്ത് നമ്മൾ പറഞ്ഞു അറേ പറഞ്ഞായിരുന്നു. അറേ എന്ത് ടൈപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞത്? ലീനിയർ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേ ഇസ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് സെയിം ഡേറ്റ ടൈപ്പ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരേ ഡേറ്റ ടൈപ്പുകൾ മാത്രമേ ഈ അറേയിൽ പറ്റുള്ളൂ. സ്റ്റോർഡ് ഇൻ എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. അത് നമുക്ക് ഇപ്പം ഒരെണ്ണം വെച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു വേക്കന്റ് സ്പേസ് കൊടുത്തു, അടുത്തത് വെക്കും, അങ്ങനെയല്ല. ഒന്നിനു പുറകെ അടുത്തതായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. അറേ സ്ട്രക്ചർ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ? ഇതാണ് അറേ സ്ട്രക്ചർ. ഇതിനകത്ത് ഇപ്പൊ അറേയുടെ സൈസ് നമ്മൾ ഫിക്സഡ് ആക്കി നമ്മൾ പറഞ്ഞേക്കുവാണ്. അപ്പൊ ഇപ്പൊ എ ഓഫ് 5, അറേ ഓഫ് 5 എന്നാണെങ്കിൽ നമുക്ക് 5 വേക്കന്റ് സ്പേസുകൾ ഉണ്ട്. 1 2 3 4. അപ്പൊ ഇത് 5 വേക്കന്റ് സ്പേസാ. 0 1 2 3 4 ഇങ്ങനെയാണ് 5 സ്പേസ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ എ ഓഫ് 5 എന്ന് പറഞ്ഞാല് 5 സ്പേസ്, 1 2 3 4 5 സ്പേസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ ചിലപ്പോ ഇതിനകത്ത് 3 എലമെന്റ്സേ നമുക്ക് ആഡ് ചെയ്യാനുണ്ടാവുള്ളൂ. ഇപ്പം നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ട ഡേറ്റ എ ബി സി എന്നാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എ ബി സി എന്നീ ഡേറ്റ കൊടുക്കാം. ഓക്കെ, ബാക്കി ഇത് രണ്ടെണ്ണം ഫിക്സഡ് ആയതുകൊണ്ട് ഇത് രണ്ടെണ്ണം യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും അവിടെ തന്നെ ഇരിക്കും. അപ്പൊ വേസ്റ്റേജ് ഓഫ് മെമ്മറി ഇവിടെ
നടക്കും. അതായത് നമുക്ക് മെമ്മറി വെറുതെ വേസ്റ്റ് ആയി പോവുകയാണ്. പക്ഷെ ഇത് ഫിക്സഡ് സൈസ് അറേ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 3 ലെറ്ററേ നമുക്ക് ഇവിടെ സേവ് ചെയ്യാനുള്ളെങ്കിലും അത് തന്നെ വെക്കണം. ഇനി നോക്കിക്കേ, സെയിം ഡേറ്റ ടൈപ്പ് ആണ്. എന്താണ് സെയിം ഡേറ്റ ടൈപ്പ്? നമ്മള് ഇപ്പം ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ക്യാരക്ടേഴ്സ്, നമ്പർ ആണെങ്കിൽ ഇവിടെ 1 2 3 4 ആ നമ്പർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ 1 2 3 പിന്നെ ABC അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഇവിടെ നമ്പേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്. ഇവിടെ ഞാനിപ്പോ ക്യാരക്ടേഴ്സ് ABC അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കണം. അതെന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ 1 2 3 4. ഇനി എനിക്ക് A കൊടുത്തു, B കൊടുത്തു, C എനിക്ക് ഇവിടെ കൊടുത്തില്ല, ഇവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രോഗ്രാം ഇവിടം വരെ വന്നിട്ട് ഇവിടെ ആളില്ലെങ്കിൽ അവിടെ വെച്ച് പ്രോഗ്രാം സ്റ്റോപ്പ് ആവും. അപ്പൊ ഈ C നോക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്, ഇതാണ് ശരി. കണ്ടിന്യൂസ് ആയിട്ട് വേണം കൊടുക്കാൻ. അവിടെ ഇടയ്ക്ക് വേക്കൻറ്റ് സ്പേസ് ഇടാൻ പാടില്ല. അപ്പം അറേ എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ, വൺ ആഫ്റ്റർ ദ അതർ അറേ ആണ്, ലീനിയർ ആണ്. അതെന്താണ്? സെയിം ഡേറ്റ ടൈപ്പ്, ഒരേപോലത്തുള്ള ഡേറ്റ അവിടെ വെക്കാൻ പറ്റുള്ളൂ. അത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ വേണം വെക്കാനായിട്ട്. അതാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി ഈ കൊടുത്തേക്കുന്ന അറേ ഇൻഡെക്സുകളാണ്. ഇതിന് നമ്മൾ എന്താ പറയുന്നത്? അറേ ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഈ 0 1 2 3 4 5 6 എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ലേ, അത് അറേ ഇൻഡെക്സുകളാ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറി ലൊക്കേഷനാ. അതാണ് ഈ കൊടുത്തേക്കുന്നത് മെമ്മറി ലൊക്കേഷൻ. അതായത് ഈ ഇപ്പൊ U എന്ന് പറഞ്ഞൊരു സാധനം ഇൻഡെക്സ് 0-ല് 200 എന്നുള്ള മെമ്മറി ലൊക്കേഷൻ ഇരിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ് U. ഫസ്റ്റ് ഇൻഡെക്സില് 201 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ഇരിക്കുന്ന ആളാണ് B. അപ്പൊ നമ്മളിപ്പോ പേര് പറയുമ്പോൾ നമ്മൾ അഡ്രസ്സ് പറയത്തില്ലേ, അതുപോലെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ, അതായത് B എന്ന് പറഞ്ഞ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ്. അത് ഏത് മെമ്മറിയിലാണ് സേവ് ആയിരിക്കുന്നത്, പിന്നെ അത് ഏത് ഇൻഡെക്സിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. അടുത്തത് ലിങ്ക് ലിസ്റ്റ് ഡേറ്റ സ്ട്രക്ചർ. എ ലിങ്ക് ലിസ്റ്റ് ഈസ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. വിച്ച് എലമെന്റ്സ് ആർ നോട്ട് സ്റ്റോർഡ് അറ്റ് കണ്ടിന്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എലമെന്റ്സ് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കണം, ഇടയ്ക്ക് വേക്കൻറ്റ് സ്പേസ് ഇടാൻ പാടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ നമുക്ക് വേക്കൻറ്റ് സ്പേസ് ഇട്ടാലും കുഴപ്പമില്ല. നോട്ട് കണ്ടിന്യൂസ് മെമ്മറി, അതായത് അങ്ങനെ നിർബന്ധമില്ല. ഇനി ദ എലമെന്റ്സ് ഇൻ എ ലിങ്ക് ലിസ്റ്റ് ആർ ലിങ്ക്ഡ് യൂസിങ് പോയിന്റർ. നമ്മൾ ഇവിടെ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ്. ഒന്ന് ലീനിയർ ആണ്, 2 നോട്ട് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് ആവണമെന്ന് നിർബന്ധമില്ല, പിന്നെ പോയിന്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് 3 പോയിന്റ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. സോ ലീനിയർ അല്ലേ, വൺ ആഫ്റ്റർ ദ അതർ ലീനിയർലിയാണ് ഇത് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആയി. കണ്ടിന്യൂസ് അല്ല, നമ്മൾ ഇവിടെ A എന്ന് വെച്ചിട്ടു ചിലപ്പോൾ ഇവിടെ B വെച്ചില്ല, ഇവിടെ വേണമെങ്കിൽ B വെക്കാം, അത് കുഴപ്പമില്ല. ഇനി പോയിന്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇത് ഫസ്റ്റ് തുടങ്ങുന്നതിന് നമ്മൾ ഹെഡ് എന്നാ പറയുന്നത്. ഹെഡ് അതായത് തുടങ്ങുന്നത് ഇവിടെയാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്ത് 2 ലൊക്കേഷൻ ആണുള്ളത്. ഒന്ന് ഡേറ്റ ലൊക്കേഷൻ, ഒന്ന് പോയിന്ററിന്റെ ലൊക്കേഷൻ. ഓക്കെ, നമ്മളിപ്പം ABC എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആണ് എനിക്ക് ഇവിടെ വെക്കേണ്ടതെങ്കിൽ ഞാൻ ആദ്യത്തെ ഡേറ്റ, ഇതാണല്ലോ സ്റ്റാർട്ട്, അപ്പൊ ഇവിടെ ഹെഡ് എന്ന് എഴുതി. ആദ്യത്തെ ലൊക്കേഷനിൽ A എന്ന് പറഞ്ഞ ഡേറ്റ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഇനി എനിക്ക് അടുത്ത ലൊക്കേഷൻ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റർ. പോയിന്റർ അടുത്ത ഇതുപോലൊരു ലൊക്കേഷൻ, അവിടെ എന്തുണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. അപ്പൊ ഞാൻ B വെച്ചു, അടുത്ത ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്തു. പിന്നെ ഞാൻ അടുത്ത ലൊക്കേഷനിൽ C എന്ന് പറഞ്ഞ ഡേറ്റ വെച്ചു. അപ്പം A എന്ന് പറഞ്ഞ ഡേറ്റയായി, B ആയി, C ആയി. ഇനി അടുത്ത എനിക്ക് ഡേറ്റ തീർന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ അടുത്ത പോയിന്റ് ചെയ്യാനില്ല, അപ്പൊ നമ്മൾ നൾ എന്നുള്ള വാല്യൂ കൊടുക്കും. ഓക്കെ, അപ്പൊ ഡേറ്റാസ് എങ്ങനെയാ വെക്കുന്നത്? A വെച്ചു, B വെച്ചു, C വെച്ചു. അപ്പൊ നമുക്ക് അങ്ങനെ വെക്കാം. ഇനി താഴോട്ട് വേണമെങ്കിൽ, ഇവിടെ വേണമെങ്കിൽ വേറൊരെണ്ണം കൊടുക്കാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കൊടുക്കണം എന്ന് ഇല്ല. ഈ പോയിന്റർ അനുസരിച്ചാണ് അത് എങ്ങോട്ട് പോകണം, അടുത്ത ഏത് ലൊക്കേഷൻ ആണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ. സ്റ്റാക്ക് ഈസ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. അത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനർ ഒരു പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. എന്താന്ന് ഞാൻ പറയാം. എൻറ്ററിങ് ആൻഡ് റിട്രീവിംഗ് ഡേറ്റ ഈസ് പോസിബിൾ ഫ്രം ഓൺലി വൺ എൻഡ്. ഇതൊരു ബോട്ടിലാണെന്ന് സങ്കല്പിക്കുക, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ. നമ്മൾ അതിനകത്തേക്ക് നമുക്ക് ABC എന്ന് പറഞ്ഞ ഡേറ്റയാണ് കൊണ്ടുവരേണ്ടത്, ABC. അപ്പൊ നമ്മൾ ഫസ്റ്റ് പൊസിഷനിലേക്ക് A വെച്ചു, സെക്കൻഡ് പൊസിഷനിലേക്ക് B വെച്ചു, തേർഡ് പൊസിഷനിലേക്ക് C വെച്ചു. ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ വെക്കുന്നതിന് നമ്മൾ പറയുന്നത് പുഷ് ഓപ്പറേഷൻ എന്നാണ്. ഇതാണ് സ്റ്റാക്ക്. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റാക്ക്. ഈ ബോട്ടിലിനെ പറയുന്ന പേരാണ് സ്റ്റാക്ക്. ഇതിനകത്തേക്ക് നമ്മൾ ഓരോന്നിനും ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെ പറയുന്നതാണ് പുഷ് ഓപ്പറേഷൻ.
ഓരോന്ന് ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെ പറയുന്നത് എന്താണ്? പുഷ് ഓപ്പറേഷൻ. ഇനി ഓരോന്നിനെ പുറത്തെടുക്കുന്നതിനെയാണ് നമ്മൾ, അതായത് റിട്രീവ് ചെയ്യുക, ഡേറ്റയെ റിട്രീവ് എടുക്കുക, അതിനെ പറയുന്നതാണ് പോപ്പ്. ഡേറ്റ എടുക്കുക, അതാണ് ഇവിടെ പുഷും പോപ്പും. ഈ ബോട്ടിൽ തന്നെയാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ സ്റ്റാക്കിൽ നിന്നും ഓരോ ഡേറ്റ അകത്തേക്ക് ഇടുന്നതിനെ പുഷ് എന്നും ഓരോ ഡേറ്റ പുറത്തേക്ക് എടുക്കുന്നതിനെ പോപ്പ് എന്നും പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ അടി എന്താണ്? ക്ലോസ്ഡ് അല്ലേ? അപ്പൊ നമുക്ക് ഈ അടിയിലിരിക്കുന്ന എ എടുക്കണമെങ്കിൽ ആദ്യം ഈ സി എ എടുത്ത് മാറ്റണം, പിന്നെ ബി എ എടുത്ത് മാറ്റണം, എന്നാൽ മാത്രമേ നമുക്ക് എ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് അവസാനം ഇൻ ചെയ്ത്. ഇപ്പൊ ഈ ഒരു ഇതിൽ അവസാനം ഇൻ ചെയ്തത് ആരാ? ആദ്യം ഇൻ ചെയ്തത് എ, രണ്ടാമത് ഇൻ ചെയ്ത് ബി, മൂന്നാമത് ഇൻ ചെയ്ത് സി. അപ്പൊ അവസാനം ഇൻ ചെയ്തത് സിയാ. ആ സി ആദ്യം പുറത്തെടുത്താൽ മാത്രമേ എനിക്ക് ബി എ പുറത്തെടുക്കാൻ പറ്റൂ, എ പുറത്തെടുക്കാൻ പറ്റൂ. അപ്പൊ ലാസ്റ്റ് ഇൻ ചെയ്ത ആളെയാണ് ഫസ്റ്റ് പുറത്തേക്ക് എടുക്കേണ്ടത്. അപ്പൊ ലാസ്റ്റ് ഇൻ ചെയ്ത് സി ആയതുകൊണ്ട് സി ആദ്യം പുറത്തേക്ക് എടുത്തു, പിന്നെ അടുത്തത് ബി എടുത്തു, പിന്നെ അടുത്തത് എ എടുത്തു. അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ആണ് ഇത് ഫോളോ ചെയ്തതെന്ന് പറയുന്നത്. അതാണ് എന്ത്? സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ വളരെ എന്താണ്? പിന്നെന്താണ്? റിട്രീവിംഗ് ഡേറ്റ ഈസ് പോസിബിൾ ഫ്രം വൺ എൻഡ്. നമ്മൾ ഒരു എൻഡിൽ കൂടെ തന്നെയാണ്, അതായത് ഈ മോൾ ഭാഗത്തൂടെ തന്നെയാണ് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുന്നതും ഡേറ്റയെ പുറത്തെടുക്കുന്നു. ഒറ്റ എൻഡ് മാത്രമേ ഇതായിട്ടുള്ളൂ. പിന്നെ രണ്ട് ഓപ്പറേഷൻസ്, പുഷ് ആൻഡ് പോപ്പ്. പുഷ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുക, പോപ്പ് എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക. അടുത്ത നോക്കിക്കേ, ക്യൂ ഡേറ്റ സ്ട്രക്ചർ. ക്യൂ നേരെ ഓപ്പോസിറ്റ് ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം ഇടുന്ന ആളെയാണ് ആദ്യം പുറത്തെടുക്കുക. ഇതൊരു പൈപ്പ് പോലെയാണ്. ഇതിന്റെ രണ്ട് സൈഡും എന്താണ്? ഇവിടെയും ഓപ്പൺ ആണ്, ഇവിടെയും, രണ്ട് സൈഡും ഓപ്പൺ ആണ്. ഇപ്പൊ നമുക്ക് എ ബി സി എന്ന് പറഞ്ഞ ഡേറ്റ നമുക്ക് ഇതിനകത്ത് കയറ്റണം. അപ്പൊ ആദ്യം ഞാൻ എ ഇതിലേക്ക് കൂടെ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. ഇനി അടുത്ത ഡേറ്റ ബി എ ഇവിടെ ബി കൊണ്ടുവന്നു, അടുത്തത് സി കൊണ്ടുവന്നു. അപ്പം ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ നമ്മള് എൻ ക്യു എന്നാണ് പറയുന്നത്. ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ എന്താ പറയുന്നത്? ഇൻസേർട്ട് ചെയ്യുന്നതിനെ എൻ ക്യു എന്നും റിട്രീവ് ചെയ്യുന്നതിനെ ഡി ക്യു എന്നുമാണ് പറയുന്നത്. പുറത്തേക്ക് എടുക്കുന്നതിന് ഡി ക്യു. അപ്പം ഇതിലേക്കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു, ഇതിലേക്കൂടെ പുറത്തെടുക്കുന്നു. അപ്പൊ ഇവിടെ ഏതായിരിക്കും? എ ആയിരിക്കും ആദ്യം പുറത്തെടുക്കുക, ബി ആയിരിക്കും, പിന്നെ സി ആയിരിക്കും പിന്നെ പുറത്തെടുക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പൊ ഇവിടെ ആദ്യം ഇൻ ചെയ്തത് എ ആണ്, പുറത്തെടുത്തതും ആദ്യം എ ആണ്. അപ്പൊ ആദ്യം ആരെയാണോ ഇൻ ചെയ്യുന്നത് അവരെ ആയിരിക്കും ആദ്യം പുറത്തെടുക്കുന്നത്. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഡേറ്റ ഐറ്റം സ്റ്റോർഡ് ഫസ്റ്റ് വിൽ ബി ആക്സസ്ഡ് ഫസ്റ്റ്. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് രണ്ട് സൈഡും ഓപ്പൺ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. രണ്ട് ഓപ്പറേഷൻ ഉണ്ട്, എൻ ക്യു ആൻഡ് ഡി ക്യു. എൻ ക്യു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന ആള്, ഡി ക്യു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പുറത്തെടുക്കുന്ന ആള്. ഓക്കെ, ഇനി അടുത്തത് ട്രീ ഡേറ്റ സ്ട്രക്ചർ. ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ഹൈറാർക്കിയൽ ഡേറ്റ സ്ട്രക്ചറാ. ഒരു ഹൈറാർക്കിയൽ. ഇതെന്താണ്? നോൺ ലീനിയർ. ലീനിയർ അല്ലല്ലോ, ഇങ്ങനെ വൺ ആഫ്റ്റർ ദ അതർ അല്ലല്ലോ, അല്ല. ഇതിന്റെ ഓരോ നോഡിനെയും ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള നോഡിനെ നമ്മൾ റൂട്ട് നോഡ് എന്നാണ് പറയുന്നത്. ഇതിന്റെ റൂട്ട് ഇതാണ്. ഇനി ഓരോ നോഡുകൾക്കും ഓരോ ലെവൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ലെവൽ 0, 1, 2, 3 ഓരോ ലെവലുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ റൂട്ട് നോഡിന്റെ അടിയിലും ഓരോ സബ് നോഡുകളുണ്ട്. അപ്പൊ ഈ മെയിൻ നോഡിനെ നമ്മൾ റൂട്ട് എന്ന് പറയും, അല്ലെങ്കിൽ പേരന്റ് നോഡ് എന്ന് പറയും. പേരന്റ്. ഈ സബ് നോഡുകൾ നമ്മള് ലീഫ് നോഡ് എന്ന് പറയും. ലീഫ് നോഡ്. ഇത് രണ്ടും എന്താണ്? ലീഫ് നോഡുകളാണ്. ഒരു പേരന്റ് നോഡ് ഉണ്ട്, അതിന്റെ താഴെയുള്ള നോഡുകൾ ലീഫ് നോഡുകൾ എന്ന് പറയും. ഇനി ഒരേ ലെവലിലുള്ള, അതായത് ഇപ്പൊ ഇവിടെ ഒരു നോഡുണ്ട്, ഇത് റൂട്ട് നോഡ്. ഇവിടെ രണ്ട് നോഡുണ്ട്, ഇവിടെയും രണ്ട് നോഡുണ്ട്. കണ്ടോ? ഈ രണ്ട് നോഡുകൾ തമ്മിൽ ഇത് ഒരേ ലെവലാ അല്ലെ? ഒരേ ലെവലല്ലേ? അതിന് നമ്മൾ എന്ത് പറയും? സിബ്ലിംഗ് നോഡ് എന്ന് പറയും. സിബ്ലിങ്സ് എന്ന് പറയും. കാരണം സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും ഈ ഒരു റൂട്ടിന്റെ ആണ് അല്ലെ? രണ്ട് സിബ്ലിങ്സും ഈ ഒരു റൂട്ടിന്റെ ആണ്. ഇനി ഇവിടെ എന്താണ്? ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും സിബ്ലിങ്സ് ആണ്. ഓക്കെ, ഇത് രണ്ടും സിബ്ലിങ്സ് ആണ്. ഇതിന്റെ ഓക്കെ. ഇനി ഇവർ രണ്ടുപേരുടെയും പേരന്റ് നോഡാണ് അല്ലെങ്കിൽ റൂട്ട് നോഡാണ് ഇത്. അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈറാർക്കിയൽ ഡേറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ട്രീ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഗ്രാഫ് ഡേറ്റ സ്ട്രക്ചർ. ഏതാണ്? ഗ്രാഫ് ഡേറ്റ സ്ട്രക്ചർ. A graph is a non-linear data structure that consists of vertices and edges. ഇതിനകത്ത് വെർട്ടിസസും ഉണ്ട്, എഡ്ജസും ഉണ്ട്. ഗ്രാഫിൽ എന്തൊക്കെയാണ്? വെർട്ടിസസ്. ഈ ഓരോ റൗണ്ടിൽ ഇരിക്കുന്ന ഗ്രീൻ കളറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടിസസ്. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. 5 വെർട്ടിസസ് ആണ്. ഇവിടെ വെർട്ടിസസ് എത്രയാണ്?
5 ഇനി എഡ്ജ് എന്ന് പറഞ്ഞാലോ ഈ രണ്ട് വെർട്ടിസസിനെ കണക്ട് ചെയ്യുന്നതാണ് എഡ്ജ്. ഇവിടെ എത്ര എഡ്ജ് ഉണ്ട്? ഇതൊരു എഡ്ജ് ആണ്. ഇത് രണ്ട് വെർട്ടിസസിന്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഇത് രണ്ടിനെയാണ് നാലാമത്തത്, ഇത് അഞ്ചാമത്തത്, ഇത് രണ്ടെണ്ണം ആറാമത്തത്, ഇത് 7. അപ്പം ഇതിനകത്ത് എത്ര എഡ്ജസ് ഉണ്ട്? എഡ്ജസ് എന്ന് പറഞ്ഞാല് 7 ഓക്കെ. അപ്പൊ ഈ രണ്ട് വെർട്ടിസസിലെ കണക്ട് ചെയ്യുന്നതാണ് എഡ്ജസ്. ഓരോ ഇതിനെയാണ് നമ്മൾ ഓരോ നോഡുകളെയാണ് വെർട്ടിസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രാഫ് ഡേറ്റ സ്ട്രക്ചർ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ സ്ട്രക്ചർ ലീനിയർ ഉണ്ട്, നോൺ ലീനിയർ ഉണ്ട്. ലീനിയർ എന്ന് പറഞ്ഞാൽ വൺ ആഫ്റ്റർ ദ അതർ സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യുന്നതിനെ, നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ ഹൈറാർക്കിയൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ അറേ പഠിച്ചു, ക്യൂ, സ്റ്റാക്ക്, ട്രീ, ഗ്രാഫ്, ലിങ്ക് ലിസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. With this, I am concluding the session. Thank you. Keep watching once.